ജനുവരി 11 മുതൽ നടക്കാനിരിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയാണ് ഇന്ത്യയെ നയിക്കുന്നത്. വിരാട് കോഹ്ലിയും ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. രോഹിത്തിന്റെയും വിരാടിന്റെയും സ്ഥാനത്തെക്കുറിച്ച് ഏറെ ചർച്ചകൾ നടന്നിരുന്നു. 2022 ഇരുവരും ഇതിനു മുമ്പ് T20 മത്സരത്തിൽ കളിച്ചത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ജൂണിൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിൽ ടീമിന്റെ ഭാഗമാകുമെന്ന് മുൻ ഇന്ത്യൻ ടീമിന്റെ നിർണായകമായ 2 ബാറ്റർമാരാണ് ഇരുവരും. ക്യാപ്റ്റൻസിയിലും കഴിവിലും മികച്ചു നിൽക്കുന്ന താരങ്ങളാണ് രോഹിത്തും കോഹ്ലിയും. 2023 ഏകദിന ലോകകപ്പിൽ ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും രോഹിത്തും മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. കോഹ്ലി നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയും ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചു. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ 49 ഏകദിന സെഞ്ചുറി മറികടന്ന ഐതിഹാസിക നേട്ടമാണ് 2023 കോഹ്ലി നേടിയത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് 51 T20 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ 39 വിജയം നേടാനും രോഹിത്തിന് കഴിഞ്ഞു. 12 മത്സരങ്ങളിൽ തോൽവി വഴങ്ങേണ്ടി വന്നപ്പോൾ 76.47 എന്ന വിന്നിംഗ് പെർസെൻറ്റേജും രോഹിത്തിനുണ്ട്. എന്നാൽ ഇരുവരും അടുത്തിടെ T20 ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ഇത് ഇരുവരുടെയും T20 ഭാവിയെക്കുറിച്ച് ഏറെ ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ വിരാട് കോഹ്ലി തൻ്റെ T20 ആധിപത്യം വീണ്ടെടുക്കാൻ വീണ്ടും കളത്തിലിറങ്ങാൻ പോവുകയാണ്. 2014, 2016, 2022 T20 ലോകകപ്പിൽ കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് കോഹ്ലിയായിരുന്നു. ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, തിലക് വർമ്മ, റിങ്കു സിംഗ് എന്നിവരാണ് ടീമിലെ മറ്റ് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ.